ഈ ഒരു ചോദ്യം ചെയ്യൽ നമ്മുടെ ഇന്ന് വരെയുള്ള ശീലങ്ങളെ അല്ലെങ്കിൽ ചില യാഥാർത്ഥ്യങ്ങളെ വളരെ സൗകര്യപൂർവ്വം നമ്മൾ വിസ്മരിക്കുകയോ അല്ലെങ്കിൽ തള്ളിക്കളയുകയോ, നമ്മൾ അതിനെ ഇംഗ്ലീഷിൽ എക്സ്ക്ലൂഡ് ചെയ്യാന്ന് പറയും, അങ്ങനെ ചെയ്തു വന്ന ഒരു സാമൂഹ്യ ബോധം രീതികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഈ മാർജിൻസ് നിന്ന് അല്ലെങ്കിൽ പാർശ്വങ്ങളിൽ നിന്ന് കേന്ദ്രങ്ങളിലേക്ക്, ഫ്രം മാർജിൻ ടു സെന്റർ എന്നതിനെ വളരെ തിയറിറ്റിക്കൽ ടേമിൽ പറയും, അങ്ങനെ അരികുകളിൽ നിന്ന് കേന്ദ്രങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കുറെ മനുഷ്യരുണ്ട്. അതുകൊണ്ട് നാം ഇന്ന് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ പ്രവർത്തിക്കുമ്പോഴും ഏത് രംഗത്താണെങ്കിലും ഇടപെടുമ്പോഴും വളരെയധികം ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട്, അല്ലെങ്കിൽ വളരെയധികം കോൺഷ്യസ് ആകേണ്ടതുണ്ട്. അതിന് നമ്മൾ രാഷ്ട്രീയമായ അവബോധം എന്ന് പറയും, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് എന്ന് പറയും. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് നാം മാധ്യമരംഗത്ത് പ്രവർത്തിക്കുമ്പോഴാണെങ്കിലും സാമൂഹ്യ ശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുമ്പോഴാണെങ്കിലും മറ്റ് എഴുത്തിന്റെ മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ മേഖലയിലാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ മേഖലയിലാണെങ്കിലും ഒക്കെ ഇന്ന് ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരുതരം വലിയ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് ആണ്. നാം രാഷ്ട്രീയം എന്ന് വിചാരിക്കുന്നതും ഇടപെടുന്നതുമെല്ലാം അധികാരവുമായും മതവുമായും ബന്ധപ്പെടുത്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ അധികാരികളെയും അല്ലെങ്കിൽ മതാധികാരികളെയും രാഷ്ട്രീയാധികാരികളെയും ഒക്കെ സുഖിപ്പിക്കുന്ന അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരുതരം ഇടപെടലുകളാണ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളാണ് നാം ഇന്ന് കണ്ടുവരുന്നത്. അതാണ് പലപ്പോഴും നാം രാഷ്ട്രീയ ജീർണതയെന്നും സാമൂഹ്യ ജീർണതയെന്നും സാംസ്കാരിക ജീർണതയെന്നും ഒക്കെ എപ്പോഴും പറഞ്ഞ് ഒരുതരം ക്ലീഷേ പോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ജീർണത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാം എപ്പോഴും പറയാറുണ്ട്, എഴുത്തിന്റെ മേഖലയിലാണെങ്കിലും മറ്റ് രാഷ്ട്രീയത്തിന്റെ മേഖലയിലാണെങ്കിലും പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തനത്തിന്റെ മേഖലയിലാണെങ്കിലും ഒക്കെ വലിയ മത്സരങ്ങൾ ഉണ്ടാവുകയും വലിയ 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 നമ്മുടെ ഭാഷയിൽ ഫോക്കസുകൾ ഉണ്ടാവുകയും നമ്മൾ പെയ്ഡ് ജേർണലിസം അല്ലെങ്കിൽ പെയ്ഡ് സ്ഥാനാർത്ഥിത്വം എന്നൊക്കെ പറയുന്ന ഒരു കാലമാണിത്. മുമ്പൊന്നും ഇത് അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഒരു പണം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് താല്പര്യമുള്ളതുപോലെ ആളുകളെ ഉപയോഗിച്ച് നമുക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള കാലമാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം, ഇന്ന് രാജ്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെയും അല്ലെങ്കിൽ പൗരാവകാശങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന്റെയും ആവിഷ്കാരത്തിന്റെയും ഒക്കെ മേഖലകളിൽ വലിയ പ്രതിസന്ധി, വലിയ വലിയ നിയന്ത്രണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. നാം വിചാരിക്കുന്നത് പോലെയല്ല ഈ സെൻസർഷിപ്പിന്റെ രൂപങ്ങൾ. അത് നമ്മുടെ ശ്വാസത്തിലും, നമ്മളെപ്പോഴും പറയുന്നത് നമ്മുടെ ശ്വാസത്തെ സ്വതന്ത്രമാക്കുക എന്ന് പറയും. നമുക്ക് പൂർണ്ണമായി ഒരു മുഴുവൻ ശ്വാസം എടുക്കാൻ പറ്റുകയും വിടാൻ പറ്റുകയും ചെയ്തില്ലെങ്കിൽ അതിന്റെ അർത്ഥം നാം വളരെ സ്ട്രെസ്ഡ് ആണെന്നുള്ളതാണ്. നാം സ്ട്രെസ്ഡ് ആവുന്നതിന് നമ്മുടെ വ്യക്തിപരവും നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ സാമൂഹികവും ഒക്കെ ആയിട്ടുള്ള പല പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ഈ കാരണങ്ങളെ ഒരു പത്രപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ സാമൂഹ്യ രംഗത്ത് ഇടപെടുന്ന വാക്കുകളിലൂടെയാണെങ്കിലും ഭാഷയിലൂടെയാണെങ്കിലും മറ്റ് രീതികളിലൂടെയാണെങ്കിലും ഒക്കെ ഇടപെടുന്ന ഒരാൾ തീർച്ചയായിട്ടും ഈ ശ്വാസത്തെ സ്വതന്ത്രമാക്കാനാണ് സഹായിക്കേണ്ടത്. അത് ഓരോ മനുഷ്യരുടെയും നെടുവീർപ്പുകൾ ഇട്ടുകൊണ്ടേയിരിക്കുന്ന കുറേ മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടില്. അത് ഭക്ഷണം കിട്ടാതെയാവാം, വെള്ളം കിട്ടാതെയാവാം, ഭൂമി കിട്ടാതെയാവാം, അവരുടെ ലൈവ്ലിഹുഡ് അല്ലെങ്കിൽ ഉപജീവന മാർഗങ്ങൾ മുഴുവൻ തടയപ്പെട്ടതാവാം. പല പല കാരണങ്ങളാൽ നീതി നിഷേധിക്കപ്പെടുന്നവരും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നവരും എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നവരുമായിട്ടുള്ള ഭൂരിപക്ഷമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. പക്ഷെ നാം ഈ ഭൂരിപക്ഷത്തെ മറന്നുകൊണ്ട് നാം മുഖ്യധാര എന്ന് പറയുന്നത് വളരെ ന്യൂനപക്ഷത്തിന്റെ ഒരു അധികാര കേന്ദ്രമാണ്. പക്ഷെ നാം മുഖ്യധാരയോടൊപ്പം നിൽക്കാനാണ് എപ്പോഴും ശ്രമിക്കാറുള്ളത്. കാരണം മുഖ്യധാരയുടെ ഒപ്പം നിന്ന് കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറെ കാര്യങ്ങൾ നടന്ന് കിട്ടുക. അത് പലതരത്തിലാവാം, പ്രശസ്തിയാവാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഉപകാരങ്ങളാവാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സ്വാധീനങ്ങളാവാം. തിരിച്ചും മാധ്യമ പ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞ് വലിയ സ്വാധീന ശേഷിയുള്ളവരാണ്. ആ സ്വാധീനത്തെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിൽ
പറഞ്ഞ ആ ഒരു പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് പ്രവർത്തിക്കേണ്ടത്. പക്ഷേ ഈ സ്വാധീനം പലതരത്തിൽ മാധ്യമധർമ്മത്തെ കുറിച്ച് അല്ലെങ്കിൽ എത്തിക്സിനെ കുറിച്ച് ഞാൻ ഇവിടെ സംസാരിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെല്ലാം അത് നിങ്ങളുടെ കരിക്കുലത്തിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ NPR പോലുള്ളവരുടെ ക്ലാസ് നടക്കാനിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാം. പക്ഷെ നമ്മളെല്ലാവരും ഈ എത്തിക്സ് എന്ന് പറയുന്നതിനെ, അത് മാധ്യമപ്രവർത്തകർക്ക് മാത്രമുള്ളതല്ല, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് ഈ ഒരു എത്തിക്സ് ആവശ്യമുണ്ട്. നമ്മുടെ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സത്യസന്ധത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ഒക്കെ നാം ആർജിച്ചെടുക്കുന്ന ചില മൂല്യങ്ങളാണ്, വലിയ വലിയ മൂല്യങ്ങളാണ്. അപ്പൊ ഇത് നമുക്ക് നമ്മുടെ ബുദ്ധിക്കും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനും ആത്മാവിനും ഒക്കെ ഒരു വെളിച്ചവും തെളിച്ചവും കൂടുതൽ തരുന്ന ഗുണങ്ങളാണ്. സത്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ വാക്കുകൾ കേട്ടാൽ നമുക്കറിയാം. ഒരാളുടെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾ, അല്ലെങ്കിൽ അയാൾ എഴുതുന്ന അല്ലെങ്കിൽ അവൾ എഴുതുന്ന ഭാഷ, വാക്കുകൾ കേട്ടാൽ നമുക്കറിയാം അതിൽ എത്രമാത്രം സത്യമുണ്ട്, അതിൽ എത്രമാത്രം വെളിച്ചമുണ്ടെന്ന്. നാം വിചാരിക്കുന്നത് മാധ്യമപ്രവർത്തകർ അവരുടെ ജോലി മാത്രമാണ് ചെയ്യുന്നത് എന്നാണ്. അല്ലെങ്കിൽ എഴുത്തുകാർ അവർക്ക് അവരുടെ സന്തോഷത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ആത്മനിർവൃതി എന്നൊക്കെ മറ്റേ ഭാഷയിൽ പറയും, അതിനുവേണ്ടി എഴുതുന്നവരാണ് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ നല്ല മാധ്യമ പ്രവർത്തകർ, നല്ല എഴുത്തുകാർ, നല്ല സംഗീതജ്ഞർ, അല്ലെങ്കിൽ നല്ല നർത്തകർ, നല്ല സിനിമക്കാർ, നല്ല നാടകക്കാർ ഒക്കെ മനുഷ്യരെ സ്വാധീനിക്കുന്നത് അവരുടെ വാക്കുകളിലും ഭാഷയിലും അവരുടെ ആവിഷ്കാരങ്ങളിലും ഇടപെടലുകളിലും ഒക്കെയുള്ള ഈ സത്യത്തിന്റെ വെളിച്ചത്തിൽ ആകൃഷ്ടരാകുന്നതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ ആകൃഷ്ടരായില്ലെങ്കിൽ, ജനങ്ങളെ നമുക്ക് ആകർഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാം ചെയ്യുന്നത് വെറുതെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് മാസം ശമ്പളം വാങ്ങാനുള്ളൊരു, അല്ലെങ്കിൽ എഴുതി കിട്ടിയാൽ എന്തെങ്കിലും കിട്ടും എന്നുള്ള ആ ഒരു കാര്യം ഒഴിച്ചാൽ അതിന് യാതൊരു തരത്തിലുള്ള നിലനിൽപ്പും ഉണ്ടാവുകയില്ല. നിലനിൽക്കണമെങ്കിൽ ഈ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് നാം എപ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞ ദുർബലരായിട്ടുള്ള അല്ലെങ്കിൽ പവർലെസ് ആയിട്ടുള്ള ഭൂരിപക്ഷത്തിന്റെയും നിലനിൽപ്പാണത്. ആ മനുഷ്യർക്ക് തിരിച്ചറിവ് കൊടുക്കാൻ, അല്ലെങ്കിൽ മനുഷ്യർക്ക് നീതിയുടേതായിട്ടുള്ള ശ്വാസം കൊടുക്കാൻ ഒക്കെ സഹായിക്കലാണ് നാം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് നാം ഒരു ജോലി ചെയ്യുന്നതിന്റെ, അല്ലെങ്കിൽ നാം വെറും ഒരു ജോലിയല്ലല്ലോ പത്രപ്രവർത്തനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് വെറും ഒരു ജോലിയില്ല. നേരത്തെ എല്ലാവരും പറയുന്ന പോലെ ജനാധിപത്യത്തിന്റെ കാവൽക്കാരാണ്. വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ദേശസ്നേഹികൾ പട്ടാളക്കാർ മാത്രമാണെന്ന് പറയുന്ന ഒരു കാലമാണിത്. പക്ഷെ ദേശം എന്ന് പറയുന്നത് രാജ്യമാണ്. ആ രാജ്യം എന്ന് പറയുന്നത് അവിടുത്തെ പൗരന്മാരാണ്, അല്ലെങ്കിൽ പൗരസമൂഹമാണ്. ആ മനുഷ്യരുടെ അവകാശമാണ് യഥാർത്ഥത്തിൽ ഒരു ദേശത്തിന്റെ, അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യമാണ് ഒരു ദേശത്തിന്റെ ഉറപ്പിനെ നിർണ്ണയിക്കുന്നത്. ആ ഉറപ്പിനെ നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും വലിയ നിർണായകമായ പങ്കുവഹിക്കാനുള്ളവരാണ് യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തകർ. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, ഇപ്പോ വയനാടിന്റെ കോണ്ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, വയനാട് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അടർന്ന് മാറി നിൽക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. നമുക്കറിയാം, ഞാനിവിടെ 4 വർഷം മുമ്പ് വരുമ്പോൾ വയനാട്ടിൽ വന്ന് താമസിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കേരളത്തിലേ അല്ല താമസിക്കുന്നത്. വല്ലാത്തൊരു തരം എക്സ്ക്ലൂഷൻ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. പിന്നെ ഈ മുഖ്യധാര എന്ന് പറയുന്നതിനോട് വലിയ അധികം ഒരു ഭ്രമമില്ലാത്തത് കൊണ്ട് ഞാൻ തീരുമാനിച്ചിരുന്ന ശരി, ഇവിടെ വളരെ സൈലന്റ് ആയിട്ട് കുറച്ചു കാലം ഒന്ന് നിൽക്കാമെന്ന് വിചാരിച്ചു. പിന്നെയാണ് ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പോലും ഇവരിൽ പലരും 1-2 വർഷം കഴിഞ്ഞിട്ടാണ് അറിയുന്നത് പോലും. അതിന്റെ അർത്ഥം വയനാട് എന്ന് പറയുന്ന പ്രദേശം തന്നെ ഭൂമിശാസ്ത്രപരമായിട്ട് കേരളത്തിന്റെ മുഖ്യ ഭൂമികയിൽ നിന്ന് മുറിച്ചെടുക്കപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ മാറി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെയുള്ള മനുഷ്യർക്കും ആ ഒരു ഗതികേട് യഥാർത്ഥത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്നിപ്പോ നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു വിപ്ലവം ഒക്കെ നടക്കുന്ന ഒരു കാലമായതുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വയനാട്ടിലിരിക്കുന്ന മനുഷ്യർക്കും ഇപ്പോൾ സാധ്യമാവുന്നു എന്നുള്ളത് വലിയൊരു സാധ്യതയാണ്. പക്ഷെ എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, വയനാട് പോലെയുള്ള, അല്ലെങ്കിൽ ഇടുക്കി പോലെയുള്ള ഇതുപോലെ ഭൂമിശാസ്ത്രപരമായിട്ട് വലിയ ചലഞ്ചസ് നേരിടുന്ന സ്ഥലങ്ങളിലാണ് ഏറ്റവും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, ഏറ്റവും ചലഞ്ചസ് ഏറ്റെടുക്കാൻ ത്രാണിയുള്ള, വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള, ബൗദ്ധികമായും രാഷ്ട്രീയമായും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞൊരു അവബോധമുള്ള മാധ്യമ പ്രവർത്തകർ ഉണ്ടാവേണ്ടത്.
കാരണം എങ്ങനെയാണോ നാം ഈ പറയുന്ന ഒരു ഏറ്റവും എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള, വൾനറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രദേശത്തിന്റെ മനുഷ്യർ മാത്രമല്ല, നാം ഇപ്പോഴും സംസാരിക്കുമ്പോൾ മനുഷ്യരെ കുറിച്ച് മാത്രമേ കൺസിഡർ ആവുന്നുള്ളൂ. പക്ഷെ നാം ജീവിക്കുന്ന പ്രകൃതി, നാം ജീവിക്കുന്ന അല്ലെങ്കിൽ നാം നടക്കുന്ന മണ്ണ്, അതിലെ വെള്ളം, അതിലെ മറ്റ് ജീവജാലങ്ങൾ, അതിലെ മരങ്ങൾ, ഇത് എല്ലാം നമ്മളെ സംബന്ധിച്ച് വളരെയധികം കൺസേൺ ഉണ്ടാവേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് വയനാടിന്റെ കോൺടെക്സ്റ്റിൽ നമുക്ക് നോക്കുമ്പോൾ ഇവിടുത്തെ ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ ബഹുസ്വരത എന്ന് പറയും. എപ്പോഴും നാം ഈ മുഖ്യധാര എന്ന് പറയുന്നത് എപ്പോഴും ഏകമായ ശബ്ദമാണ്. നമുക്ക് വൈവിധ്യങ്ങളെ അംഗീകരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് നാം എപ്പോഴും രാജ്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതൊരു പ്രത്യേകതരം മതക്കാരുടെ രാജ്യമാണ്, അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ അതാണ് മറ്റുള്ളവരുടെ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും ഒക്കെ തീരുമാനിക്കുന്നത് എന്നൊക്കെ പറയുന്ന തരത്തിൽ നമ്മുടെ ധാരണകൾ ഉണ്ടായിപ്പോയിരിക്കുന്നത് ഇതുകൊണ്ടാണ്. നമുക്ക് വൈവിധ്യങ്ങളെ, വ്യത്യസ്തതകളെ അംഗീകരിക്കാനായിട്ട് യാതൊരു താല്പര്യവുമില്ല, അല്ലെങ്കിൽ ഒരു ജാഗ്രതയുമില്ല. വയനാടിനെ പോലുള്ള സ്ഥലം, വയനാട് മാത്രമല്ല ഇന്ത്യ മുഴുവൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു ബഹുസ്വരതയുടെ ഒരു വലിയ സ്ഥലമാണ് വയനാട്. നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി, പ്രത്യേകിച്ചും നമുക്കറിയാം കേരളത്തിൽ ആദിവാസി ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണ്. അതിൽ തന്നെ മാധ്യമ പ്രവർത്തകർ പലപ്പോഴും, എനിക്കറിയില്ല എത്രമാത്രം അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ആദിവാസി എന്ന് പറയുമ്പോൾ തന്നെ അതൊരു സിംഗിൾ എൻറ്റിറ്റി അല്ല, നമുക്ക് എല്ലാവർക്കും അത് തന്നെയും വളരെ ഹെറ്ററോജിനസ് ആണ്. അപ്പൊ നാം ആദിവാസികളുടെ വികസനത്തെ കുറിച്ച് പലരും സ്റ്റോറീസ് എഴുതാറുണ്ട്. മാത്രമല്ല, പണ്ട് വെറിയർ എൽവിൻ പറഞ്ഞ കാലത്ത് ആദിവാസികളല്ല എന്നുള്ളത്. അന്ന് വളരെ നിഷ്കളങ്കരായിട്ടുള്ള, വളരെ ലളിത മനസ്കരായിട്ടുള്ള ആദിവാസികളെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഇന്ന് ആദിവാസികൾ ജീവിതത്തിന്റെ ഒരുപാട് കഠിന യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോവുകയും നാം ഈ പറയുന്ന ചൂഷണങ്ങളുടെയും തിരസ്കാരങ്ങളുടെയും ഒക്കെ അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയും ഈ മുഖ്യധാരയുമായി വലിയ കലർപ്പുണ്ടാവുകയും മുഖ്യധാരയുടെ കുറെ തിന്മകൾ നാം അവരിൽ അടിച്ചേൽപ്പിക്കുകയും അവരുടെ നന്മകൾ നാം ഇല്ലാതാക്കുകയും, ഈ മദ്യപാനം പോലുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, സ്ത്രീധനം പോലുള്ള കാര്യങ്ങൾ ആദിവാസി മേഖലകളിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞത് ആ ഒരു നിഷ്കളങ്കത എന്ന് പറയുന്നത് നമുക്കിന്ന് റൊമാൻറ്റിക് ആയിട്ട് മാത്രം എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു വലിയ ട്രാൻസിഷനിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നാം ഈ പറയുന്ന ഇൻഡിജിനസ് പീപ്പിൾ എന്ന് പറയുന്ന ആ വിഭാഗം പോലും ഒരു വലിയ തരത്തിലുള്ള സാമൂഹ്യമായിട്ടുള്ള മാറ്റങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ട്, നെഗറ്റീവ് ചേഞ്ചസ് ഉണ്ട്. പോസിറ്റീവ് ചേഞ്ചസ് എന്ന് പറയുന്നത് നമുക്കറിയാം വലിയ സമരങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് അവർ എത്തിയിട്ടുണ്ട്, അവകാശങ്ങൾ ഉന്നയിക്കാൻ അവർക്ക് കുറെയൊക്കെ ആയിട്ടുണ്ട്. അതേസമയം തന്നെ ഇപ്പോഴും ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതെ, വീടുകളില്ലാതെ, കുടിവെള്ളമില്ലാതെ, നടക്കാൻ വഴികളില്ലാതെ, ഉപജീവന മാർഗങ്ങളില്ലാതെ സ്ത്രീകൾ ധാരാളം ലൈംഗികമായിട്ടുള്ള അടിച്ചമർത്തലുകൾ സ്വന്തം സമുദായം, എന്താ പറയാ, കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ അനുഭവിച്ചു. അതൊന്നും പണ്ടില്ലാത്ത കാര്യങ്ങളാണ്. കുട്ടികൾ പോഷകാഹാരമില്ലാതെ മരിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം അട്ടപ്പാടിയിൽ നിന്നൊക്കെയുള്ള കുറേ സ്റ്റോറീസ് നമ്മൾ കണ്ടിരുന്നു. ഇങ്ങനെ നാം ഒരു ജനതയുടെ കാര്യങ്ങളെ കുറിച്ച് എഴുതുമ്പോൾ ഇതിൽ തന്നെ എത്രമാത്രം ഡൈവേഴ്സ് ആണ് ഇവരുടെ ഇഷ്യൂസും ഇവരുടെ ഡെവലപ്മെന്റൽ നീഡ്സും എന്നുള്ളത് നാം അധികം നോക്കാറില്ല. മാത്രമല്ല, ഞാൻ പറഞ്ഞത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. വയനാട്ടിലായതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. എനിക്കിപ്പോൾ 4 വർഷമായിട്ടായാലും മുമ്പ് ആദിവാസി മേഖലയുമായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നു. സിറ്റി ചാർജിന്റെ ആദിവാസി മൂവ്മെന്റിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള രീതിയിൽ, സപ്പോർട്ടർ എന്നുള്ള രീതിയിൽ അന്ന് മുതൽ ആദിവാസി ലാൻഡ് ഇഷ്യൂവിനെ കുറിച്ച് ധാരാളം റിസർച്ച് ചെയ്ത ഒരാളെന്നുള്ള രീതിയിൽ നിന്ന് വിട്ട് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിൽ നേരിട്ട് ഇടപെടുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ എന്താ പറയാ, മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഇവരുടെ ഡെവലപ്മെന്റൽ നീഡ്സ് ഇവരിൽ നിന്നും മാത്രം നമുക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ഈ പറഞ്ഞ പല സോഴ്സസിൽ നിന്നുള്ള എക്സ്പേർട്ട് അല്ലെങ്കിൽ അറിവുകൾ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ വേണ്ടി വരും.
പലപ്പോഴും നമുക്ക് അബദ്ധങ്ങൾ പറ്റാറുണ്ട് ഇക്കാര്യത്തിൽ. നേരത്തെ പറഞ്ഞ ഇമ്പാക്ട് നോക്കിയിട്ടോ അല്ലെങ്കിൽ വലിയ വലിയ സെൻസേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ ചില വാർത്തകൾ എഴുതാറുണ്ട്. അത് ആദിവാസി മേഖല മാത്രമല്ല, മറ്റെല്ലാ മേഖല. ജെൻഡർ ഇഷ്യൂസ് എടുത്തു നോക്കൂ. ജെൻഡർ ഇഷ്യൂസ് എഴുതുമ്പോൾ സാധാരണ രീതിയിൽ നാം എത്ര അനാവശ്യം ആയിട്ടാണ്, എത്ര അസ്ഥാനത്താണ് ചില പ്രയോഗങ്ങൾ നടത്തുന്നത്. ഇപ്പൊ ഒരു ആൺകുതികിനെ കുറിച്ചും പെൺകുതിനെ കുറിച്ചും ന്യൂസ് പറയുന്നതായിരിക്കും. പക്ഷെ നാം ആദ്യം വിചാരിക്കുന്നത് പെണ്ണ് ഭയങ്കര രക്തം കുടിക്കുന്ന സ്ത്രീ, രക്തം കുടിക്കുന്ന ആളുകൾ എന്നുള്ള മട്ടിലായിരിക്കും. വായിച്ചു വരുമ്പോഴായിരിക്കും ന്യൂസ് നമ്മൾ മനസ്സിലാവും, ഓ ഇത് സ്ത്രീകളെ കുറിച്ചല്ല, പെൺകുതികിനെ കുറിച്ചാണെന്ന്. ഇങ്ങനെ എന്തിനാണ് ഈ ഒരുതരം രസം പിടിപ്പിക്കൽ നമ്മുടെ വാർത്തകൾ ഉണ്ടാവുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് ജെൻഡറിന്റെ കാര്യത്തിൽ, ആദിവാസികളുടെ കാര്യത്തിൽ കുറച്ചും കൂടി ഒരു കരുതൽ ഒരുപക്ഷെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും സ്ത്രീകളുടെ കാര്യത്തിൽ അത് തീരെ നമുക്ക് കാണാനായിട്ട് പറ്റാറില്ല. നമുക്കറിയാം നമ്മുടെ ജനസംഖ്യയിൽ പകുതിയോളം സ്ത്രീകളാണെന്ന് നമുക്കറിയാം. പക്ഷെ വാർത്തകൾ എടുത്തു നോക്കിയാൽ ഇത്രമാത്രം അതിൽ സ്ത്രീകളുടെ ഒരു റെപ്രസെന്റേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അഥവാ വരുന്നുണ്ടെങ്കിൽ തന്നെയും ചില വലിയ വിജയങ്ങളുടെ കഥകളോ അല്ലെങ്കിൽ വലിയ വിക്ടിമൈസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ചില ചിത്രീകരണങ്ങളോ ഒഴിച്ചാൽ സ്ത്രീകളുടെ ഡേ ടു ഡേ ഇഷ്യൂസും നീഡ്സും പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള എഴുത്ത് വളരെ കുറവാണ്. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളിപ്പോൾ സ്ത്രീ പുരുഷൻ എന്നുള്ള മാത്രം ഉള്ള ഒരു ലിംഗ പദവിയെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഒരുപക്ഷെ സെക്ഷൽ ഓറിയന്റേഷന്റെ കാര്യത്തിൽ, ബയോളജിക്കൽ പ്രിഫറൻസസിന്റെ കാര്യത്തിൽ, സെക്ഷൽ പ്രിഫറൻസസിന്റെ കാര്യത്തിലൊക്കെ നാം ഗെയ്സ് എന്നും ലെസ്ബിയൻസ് എന്നും ട്രാൻസ്ജെൻഡേഴ്സ് എന്നും ഒക്കെ പറയുന്ന മനുഷ്യർ നമ്മുടെ സമൂഹത്തിലെ യാഥാർത്ഥ്യങ്ങളാണ്. അത് ഏറ്റവും അധികം പുറത്തേക്ക് കൊണ്ടുവരേണ്ടതും ഇതൊരു യാഥാർത്ഥ്യമാണെന്നും അത് നമ്മൾ സ്റ്റിഗ്മയോട് കൂടി കാണേണ്ടതല്ലെന്നും അവരുടെ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യ പൗരാവകാശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതും നമ്മളെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണെന്നും ഒക്കെ മനുഷ്യരുടെ മനസ്സിൽ എത്തിക്കാൻ കഴിയുക ഏറ്റവും കൂടുതൽ മാധ്യമപ്രവർത്തകർക്കാണ്. അത് ആ ഒരു പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് ഉള്ള മാധ്യമപ്രവർത്തകർക്ക് മാത്രമാണ് അത്തരത്തില് ഈ ഒരു റെപ്രസെന്റേഷൻ കൊണ്ടുവരാനായിട്ട് പറ്റുകയുള്ളൂ. ഭാഗ്യവശാൽ കേരളം എന്ന് പറയുന്ന പത്രം ധാരാളം വായിക്കുന്ന മനുഷ്യരുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അഭിപ്രായ രൂപീകരണത്തിൽ അല്ലെങ്കിൽ ചില യാഥാർത്ഥ്യങ്ങളെ നാം നമ്മുടെ മനസ്സിലേക്ക് തന്നെ അംഗീകരിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരുന്നതിന്, അതിനെ റീഇൻഫോഴ്സ് ചെയ്തെടുക്കുന്നതിന് മാധ്യമപ്രവർത്തകർക്ക് വലിയ പങ്കുണ്ട്. കാരണം സെക്ഷലി ഡിഫറെന്റ് ആയി എന്നുള്ളത് കൊണ്ട് മനുഷ്യർ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമുണ്ടോ? അവരെ കൊല ചെയ്യേണ്ട കാര്യമുണ്ടോ? അവരെ തെളിയിലേക്ക് നാട്ടി ഒഴിക്കേണ്ട കാര്യമുണ്ടോ? എന്തുകൊണ്ടാണ് നാം ഇത്രയും അധികം നിരുത്തരവാദിത്വമുള്ളവരായി മാറിയത്? പക്ഷെ ഇപ്പൊ നമുക്കും അങ്ങനെ ഒരു കുട്ടി ജനിക്കാം, നമുക്ക് എന്താ ഉറപ്പ്? നമുക്ക് വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സെക്ഷുവാലിറ്റിയോട് കൂടി തന്നെ ആയിരിക്കും നമുക്ക് കുട്ടികൾ ഉണ്ടാകുമെന്ന് ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ നാം അതിനെ നാട് കടത്തുമോ? അല്ലെങ്കിൽ അത് ആത്മഹത്യ ചെയ്തോട്ടെ എന്ന് വിചാരിക്കുമോ? നമുക്കെപ്പോഴും നമ്മുടെ കാര്യത്തിൽ മാത്രമാണ്, നമ്മുടെ ജീവിതത്തിലേക്ക്, സ്വന്തം ജീവിതത്തിലേക്ക് കാര്യങ്ങൾ കടന്നു വരുമ്പോൾ മാത്രമാണ് നമുക്ക് കൊള്ളാറുള്ളത്. മറ്റുള്ളവരുടെ കുട്ടികൾ അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു ഒബ്ജക്റ്റ് മാത്രമാണ്. നമുക്കത് ഒരിക്കലും സബ്ജക്റ്റ് ആകാറില്ല, വിഷയമാകാറില്ല. വിഷയമാകുമ്പോഴാണ് അതിനെ നാം സത്യസന്ധമായി സമീപിക്കുക. ഒബ്ജക്റ്റ് ആവുമ്പോൾ നമുക്കതിനെ പല സ്ഥലത്ത് നിന്നും ജസ്റ്റ് നോക്കി കാണേണ്ട അത്തരം ഒരു നിരുത്തരവാദിത്വം കാണിക്കാൻ പറ്റും. സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിലും മനുഷ്യരെ നാം ഇങ്ങനെ ഒബ്ജക്ട്സ് ആയിട്ട് കാണുന്ന ഒരു തരം നീതികേടിലേക്ക് നമ്മുടെ കാഴ്ചയും നമ്മുടെ ബോധവും ഒക്കെ എപ്പോഴും മാറിപ്പോയിട്ടുണ്ട്. അതിന് നമുക്കറിയാം, ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വലിയ പങ്കുണ്ടെന്ന് നമുക്കറിയാം. നമ്മളെപ്പോഴും മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള അവബോധം എന്നൊക്കെ പറയുന്ന ആഗ്രഹിക്കുന്ന ഒരു കാലമൊക്കെ എപ്പോഴോ അതിന്റെ തുടർച്ചയൊക്കെ നഷ്ടപ്പെടുകയും, ഞാൻ നേരത്തെ പറഞ്ഞ ഒരുതരം മതത്തിന്റെയും രാഷ്ട്രീയ അധികാരത്തിന്റെയും ഒക്കെ വലിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാവുകയും അതിൻ്റെതായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ, പ്രത്യേകിച്ച് അധികാരം തീരെയില്ലാത്ത മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ അളവിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇപ്പോ ഒരുപക്ഷെ ആദിവാസികൾക്ക് വന്ന് അവരുടെ
പ്രശ്നങ്ങൾ നേരിട്ട് മനുഷ്യരോട് പറയാനോ അല്ലെങ്കിൽ അധികാരമുള്ളവരുടെ അടുത്ത് പറയാനോ പറ്റാതെ വരുന്നതാണ് മാധ്യമപ്രവർത്തകരുടെ റോൾ ഇരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വളരെ വൾണറബിൾ ആയിട്ടുള്ള മനുഷ്യരുടെ, ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള മനുഷ്യരുടെ, മെന്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള, ഡിഫറൻഷ്യലി ഏബിൾ എന്ന് പറയുന്ന മനുഷ്യരുടെ ഒക്കെ കാര്യങ്ങൾ അവർക്ക് നേരിട്ട് വന്ന് പറയാൻ പറ്റുകയില്ല. പ്രത്യേകിച്ച് പവർലെസ് ആയിട്ടുള്ള മനുഷ്യർക്ക് ശബ്ദമില്ല, അവർക്ക് ആശയമില്ല, അവർക്ക് അത് വളരെ സ്വാഭാവികമായിട്ട് ഉണ്ടായതല്ല എന്ന് നമുക്കറിയാം. മറിച്ചത് വളരെ അധികം തരത്തിലുള്ള തിരസ്കാരങ്ങളുടെയും അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ എക്സ്ക്ലൂഷന്റെയും ഭാഗമായിട്ട് മാത്രം സംഭവിച്ചു പോയിട്ടുള്ളതാണ്. നാം ഇവിടെ ഇരിക്കുന്നത് നമുക്ക് പലതരത്തിലുള്ള പ്രിവിലേജസ് കിട്ടി എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. നാം ഒരുപക്ഷെ ഒരു മിഡിൽ ക്ലാസ് ജനിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു അപ്പർ കാസ്റ്റിൽ ജനിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പുരുഷനായി ജനിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഹെറ്ററോസെക്ഷൽ ആയിട്ട് ജനിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്താ പറയുക എല്ലാ അവയവങ്ങളോടും കൂടി അതിന്റെ എന്താ പറയുക 2 കണ്ണും 2 കാലും കൈയും ഒക്കെയായി പരിപൂർണതയുള്ള മനുഷ്യരായിട്ട് ജനിച്ചിട്ടുണ്ടായി. ഇങ്ങനെയുള്ള നിരവധി പോസിറ്റീവ് ഫാക്ടേഴ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മളിവിടെ വന്ന്. ഞാൻ ഈ പറഞ്ഞ പോലെ ബഹുസ്വരതകളെ മനസ്സിലാക്കാനും അത് നാം തന്നെ ഇന്റേണലൈസ് ചെയ്യാനും അതിന്റെ സങ്കീർണതകൾ എന്താണെന്ന് നാം തന്നെ ഇന്റേണലൈസ് ചെയ്യാനും മനുഷ്യരുടെ അനുഭവങ്ങൾ തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വിഭവം എന്ന് പറയുന്നത്. ആ അനുഭവങ്ങൾ എന്ന് പറയുന്നതിന് പക്ഷേ അവർക്ക് അത് ചിലപ്പോൾ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ ശരിയായ രീതിയിൽ പറ്റണമെന്നില്ല. ചിലപ്പോൾ അതിൽ തന്നെ പറയുന്നതിൽ തന്നെ ചിലപ്പോൾ മാനിപ്പുലേഷൻ ഉണ്ടാവാം. എന്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ഈ പറയുന്നത്. ചിലപ്പോൾ നമ്മൾ മനുഷ്യരോട് സംസാരിക്കുമ്പോൾ നമ്മളോട് പറയുന്നതായിരിക്കില്ല അപ്പുറത്ത് നിന്നിട്ട് അവര് വേറൊരാളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ആദിവാസി മേഖലയിൽ തന്നെ പോയിക്കൊള്ളൂ, പ്രത്യേകിച്ച് പണിയ കമ്മ്യൂണിറ്റി. നമുക്കറിയാം പണിയ മനുഷ്യരെ എനിക്ക് ഇത്രയും കാലമായിട്ട് കൃത്യമായിട്ട് ഇപ്പോഴും മനസ്സിലാക്കില്ല. കാരണം നമുക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു കൾച്ചറൽ റൂട്ട് ഇപ്പോഴും പിടികിട്ടുന്നില്ല. സ്ലേവറിൽ ജീവിച്ച മനുഷ്യര്, ഭൂമിയില്ലാത്ത മനുഷ്യര്, പേരുകൾ തീരെ എന്താ പറയാ ഒരു സ്ഥലത്തും സെറ്റിൽഡ് ആവാത്ത മനുഷ്യര്, പലതരത്തിൽ എല്ലാം നിഷേധിക്കപ്പെട്ട മനുഷ്യര്, അവരുടെ മാനസികാവസ്ഥ, മനഃശാസ്ത്രം എന്താണെന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? അവരുടെ ഭാഷ വേറെയാണ്, അവരുടെ ട്രഡീഷൻ വേറെയാണ്, അവരുടെ കൾച്ചർ വേറെയാണ്, എല്ലാം വേറെ, അവരുടെ നോളജ് വേറെയാണ്, അവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ വേറെയാണ്. എങ്ങനെയാണ് നാം വേറൊരു കൾച്ചറൽ സെറ്റിംഗിൽ വന്നിട്ട് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നാം സത്യം മനസ്സിലാക്കുക? കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും, പക്ഷെ അപ്പുറത്ത് അവർ വേറെ രീതിയിൽ സംസാരിക്കുന്ന ഒരാളോട് വേറെ രീതിയിൽ സംസാരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് വലിയ വലിയ ബുദ്ധിമുട്ട് പിടിച്ചിട്ടുള്ള ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് നമുക്ക് തീരെ നാം അതിന്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത് അതാത് സമൂഹങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകരും എഴുത്തുകാരും ഒക്കെ ഉണ്ടായി വരിക എന്നുള്ളതാണ് അതിനുള്ള ഒരു പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ ഏജൻസി അതിലൂടെ നിർവഹിക്കാനായിട്ട് പറ്റും. നാം ഇപ്പൊ അവർക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സംസാരങ്ങളിൽ പലപ്പോഴും നമ്മുടേതായ ചില നിശ്ചിത താല്പര്യങ്ങൾ ചിലപ്പോ ഉണ്ടായി എന്ന് വരാം. അങ്ങനെയുള്ള നിശ്ചിത താല്പര്യങ്ങൾ ഇല്ലാതെ നമുക്കറിയാം സായിനാഥിനെ പോലെയുള്ളവർ ചെയ്യുന്ന പത്രപ്രവർത്തനം എന്ന് പറയുന്നത്, മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടുള്ളതാണ്. അത്തരത്തിലും പറ്റുമെന്ന് നമുക്ക് യാതൊരു സംശയമില്ല. പക്ഷെ അത് അത്രയധികം പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്സും അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റും ആവശ്യമുണ്ട്. അത്രയും വേണം ഇക്കാലത്ത് നാം പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇത് തോന്നുന്നു നമ്മൾ സമയം വൈകിട്ടാണ് തുടങ്ങിയത്. ഇനി നിങ്ങളുടെ ഷെഡ്യൂളിൽ കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.